നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത്തവണത്തെ കോപ്പ അമേരിക്ക ആരംഭിക്കാൻ ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ജൂൺ 21 നടക്കുന്ന ആദ്യ മത്സരത്തിൽ അർജന്റീനയും കാനഡയും തമ്മിലാണ് ഏറ്റുമുട്ടുക. നമുക്കറിയാം, ഇത്തവണത്തെ കോപ്പ അമേരിക്ക ടൂർണമെന്റ് അമേരിക്കയിൽ വെച്ചുകൊണ്ടാണ് അരങ്ങേറുന്നത്. നിലവിലെ ജേതാക്കളായ അർജന്റീന കിരീടം നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ വരുന്നത്. ഏതായാലും ഈ കോപ്പ അമേരിക്ക നഷ്ടമാകുന്ന ചില സുപ്രധാന താരങ്ങളുണ്ട്. ആ താരങ്ങളെ ഡയാരിയോ ഒലെ ഒന്ന് ഇപ്പോൾ വിശകലനം ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള സൂപ്പർ താരങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യ താരമായി കൊണ്ട് വരുന്നത് പൗലോ ദിബാലയാണ്. അർജന്റീൻ സൂപ്പർ താരമായ പൗലോ ദിബാലയെ പരിശീലകനായ സ്കലോണി ടീമിൽ നിന്നും ഒഴിവാക്കുകയായിരുന്നു. അദ്ദേഹത്തിന് ടീമിൽ ഇടം നൽകിയിരുന്നില്ല. പരിക്കോ മറ്റു പ്രശ്നങ്ങളോ ഒന്നുമില്ല. പക്ഷെ അതൊരു ടാക്ടിക്കൽ ആയിട്ടുള്ള ഡിസിഷൻ ആയിരുന്നു എന്നാണ് സ്കലോണി പറഞ്ഞിട്ടുള്ളത്. ഈ സീസണിൽ റോമക്ക് വേണ്ടി 16 ഗോളുകളും 10 അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുള്ള താരമാണ് പൗലോ ദിബാല. പക്ഷെ അദ്ദേഹത്തെ ഒഴിവാക്കാൻ സ്കലോണി തീരുമാനിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഈ കോപ്പ അമേരിക്കയുടെ ഏറ്റവും വലിയ നഷ്ടം അത് ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ ആണ്. നമുക്കറിയാം, ഗുരുതരമായി പരിക്കേറ്റ് ഒരുപാട് കാലമായി കളിക്കളത്തിന് പുറത്തിരിക്കുന്ന വ്യക്തിയാണ് നെയ്മർ ജൂനിയർ. അദ്ദേഹത്തിന് ഈ ഒരു കോപ്പ അമേരിക്കയിലും പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് പരിക്ക് കാരണം അത് നഷ്ടമാവുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു ബ്രസീലിയൻ സൂപ്പർ താരമായ കാസമിറോക്കും ഇത്തവണത്തെ കോപ്പ അമേരിക്കയിൽ പങ്കെടുക്കാൻ കഴിയില്ല. നമുക്കറിയാം, മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി ഈ സീസണിൽ മോശം പ്രകടനമാണ് കാസമിറോ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ബ്രസീലിന്റെ പരിശീലകനായ ഡൊറിവാൽ ജൂനിയർ അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ടുള്ളത്. കാസമിറോയെ ആവശ്യമില്ല എന്ന് പരിശീലകൻ തീരുമാനിക്കുകയായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു താരം വരുന്നത് കൊളംബിയയുടെ സൂപ്പർ താരമായ യുവാൻ കൊഡ്രോഡയാണ്. കൊഡ്രാഡോ ഇത്തവണത്തെ കോപ്പ അമേരിക്കയ്ക്കില്ല. കാരണം പരിക്ക് തന്നെയാണ്. അദ്ദേഹത്തെ ടീമിലേക്ക് പരിഗണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. അദ്ദേഹത്തിന് അക്കിലസ് ടെൻഡൻ ഇഞ്ചുറി ആയിരുന്നു. അതിനുശേഷം അദ്ദേഹം ശസ്ത്രക്രിയ കഴിഞ്ഞ് ഇപ്പോൾ വിശ്രമ ജീവിതം നയിക്കുകയാണ്. അതുപോലെ തന്നെ ഉറുഗ്വേയുടെ സൂപ്പർ താരമായ എഡിൻസൺ കവാനി ഇത്തവണത്തെ കോപ്പ അമേരിക്കയ്ക്കില്ല. അദ്ദേഹം ഉറുഗ്വേയുടെ ദേശീയ ടീമിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ പരിശീലകനായ മാർസലോ ബിയൽസ ഈ ഒരു ഉറുഗ്വേയുടെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയാൽ കോപ്പ അമേരിക്ക കളിക്കാൻ തന്നെയായിരുന്നു തീരുമാനം. എന്നാൽ എഡിൻസൺ കവാനിയെ വേണ്ട എന്നുള്ളത് ബിയൽസ തീരുമാനിക്കുകയായിരുന്നു. അതോടെ കവാനിക്ക് ഈ ഒരു കോപ്പ അമേരിക്ക നഷ്ടമായി എന്നതാണ്. അതുപോലെ തന്നെ കോസ്റ്റാറിക്കൻ ഇതിഹാസ ഗോൾ കീപ്പറായ കെയ്ലർ നവാസ് ഇത്തവണത്തെ കോപ്പ അമേരിക്കയിൽ ഇല്ല. അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിക്കുകയായിരുന്നു. കോപ്പ അമേരിക്ക കളിക്കാൻ താൻ കാത്തു നിൽക്കുന്നില്ല, കോസ്റ്റാറിക്കൻ ദേശീയ ടീമിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിക്കുകയാണ് എന്ന് കെയ്ലർ നവാസ് നേരത്തെ അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അഭാവം ഇവിടെയുണ്ട്. ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട താരങ്ങൾ. അതുപോലെ തന്നെ മറ്റു ചില താരങ്ങളെ കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. മെക്സിക്കോയുടെ സൂപ്പർ താരമായ ഹെർവിങ് ലൊസാനോ, അതുപോലെ തന്നെ അമേരിക്കയുടെ സെർജിനോ ഡെസ്റ്റ്, ചിലിയുടെ ചാൾസ് അരാങ്കിസ്, പെറുവിന്റെ യോഷിമർ യോട്ടൂൻ, അതുപോലെ തന്നെ ജമൈക്കയുടെ ലിയോൺ ബെയ്ലി, ഇക്കഡോറിന്റെ പെർവിസ് എസ്റ്റുപിനാൻ, അതുപോലെ തന്നെ ബൊളീവിയയുടെ ഹെൻറി വാക്ക, ഈ താരങ്ങളും ഇത്തവണത്തെ കോപ്പ അമേരിക്കയ്ക്കില്ല എന്നുള്ളതാണ്. ഈ ഒരു താരങ്ങളുടെ അഭാവം തീർച്ചയായും ഇതിന്റെ ശോഭ ഒന്ന് കുറക്കുന്ന കാര്യം തന്നെയാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.